നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയൊക്കെ വലിയ വിജയമാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെട്ടത്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കമൻ്റ് എഴുതിയ ഒരുത്തനെ, ഒരു മലപ്പുറം സ്വദേശിയെ, ഒരു മലയാളിയെ ഒരു വർഷങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വരുമ്പം കാത്തിരുന്ന് പിടികൂടി UAPA ചുമത്തി അകത്താക്കി. ഇനി പുറത്ത് വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസം പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഈ ഒരു വകുപ്പ് ചാർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിനെ അനുകൂലിക്കുന്ന അവന് കിട്ടിയത് ശിക്ഷ എന്ന് പറയുന്നത് തക്കതായ ശിക്ഷ തന്നെയാണ് എന്ന് അനുകൂലിക്കുന്ന കുറേയധികം മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ അനുകൂലിക്കുന്ന കുറേയധികം ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെയ്തത് വെറും ചെറ്റത്തരമാണ്, ഇത് ഇസ്ലാമോഫോബിയാണ്, ഇത് യഥാർത്ഥത്തിൽ ഇവൻ തന്നെയാണോ ആ കമന്റ് എഴുതിയത്, ഒരുപക്ഷെ ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന് മറ്റാരെങ്കിലും എഴുതിയതായിരിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന കുറച്ചധികം ആളുകളുമുണ്ട്. ഈ ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ആകുന്നതെന്ന് ഇതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് അതാവുന്നത്? സെമിറ്റിക് മതങ്ങൾക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം, തങ്ങളുടെ കാഴ്ചപ്പാട് 100% ശരിയാണ്, 100% ശരിയാണെന്ന് വിശ്വസിക്കുകയും അതിനപ്പുറത്ത് ഒരു സത്യമില്ല എന്ന് വിശ്വസിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്തവരെ, അതാരായാലും, ഹിന്ദുക്കളായാലും ബുദ്ധമതക്കാരായാലും ക്രിസ്ത്യൻസായാലും ആരായാലും അവരെ ശത്രുവായിട്ട് കാണുകയാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്നും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫിറാണെന്ന് പറയും. എനിക്ക് സ്വർഗത്തിൽ പോകണം, പൂർവ്വമാരെ കാണണം, ഏത് ചിലവ് കൊടുത്തു. അപ്പോൾ അതിന് നിങ്ങൾക്ക് പോകാൻ പറ്റാതെ വരുന്ന ഇവിടുത്തെ താമസിക്കുന്ന കാഫിറുകൾ ഇങ്ങനെ വളത്തിലെടുക്കുന്നതുകൊണ്ടാണ് എന്ന് അവൻ്റെ തലയിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കയറ്റുകയാണ്. മറ്റവൻ കാഫിറാണ്, അവൻ നിൻ്റെ ഉയർച്ചയ്ക്കും നിൻ്റെ നബിക്കെതിരാണ്, അള്ളാഹുവിനെതിരാണ്, അവനെ ഇല്ലാതാകണം. എങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നിനക്ക് ഹൂറികളെ കിട്ടുള്ളൂ. എന്തു ചെയ്യും? അത് പരസ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ കൂടിയൊക്കെ പ്രസരിപ്പിക്കുന്നവരുണ്ട്. അവരെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കും? അവരെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ള ഒരു പ്രധാന പ്രശ്നമുണ്ട്. അല്ല, ഇതിലിപ്പം ഈ മുഹമ്മദ് സനൂബ് എന്നാണ് ഇയാളുടെ പേര്, 26 വയസ്സേ ഉള്ളൂ. ഇത് ഫേക്ക് കമൻ്റ് ഒന്നും അല്ല, ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റും അല്ല. കാരണം ഇവൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച ആളുകൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഖമേനി കൊല്ലപ്പെട്ട സമയത്തിൽ, അല്ലെങ്കിൽ ഇറാനിലെ പല അത് ഫേക്ക് ആണെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പറയാം, എക്സ്ക്യൂസ് പറയാം. ഒരു ഫേക്ക് ആണെങ്കിൽ പോലും അങ്ങനെ ഒരുത്തൻ ഇട്ട് കഴിഞ്ഞാൽ അവനോട് ഇങ്ങനെ ചെയ്യുള്ളൂ. അതെ, തീർച്ചയായിട്ടും അത് അവൻ ഫേക്ക് ആയിക്കോട്ടെ, ഫേക്ക് ആവാനുള്ള സാധ്യതയില്ല. കാരണം ഇവന്റെ പൂർവ്വ പ്രവർത്തികൾ, ഇവന് ചില ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ചില സ്റ്റോറികൾ ഇടാറുണ്ടായിരുന്നു. ഈ സ്റ്റോറികൾ എന്ന് പറയുന്നത് ദൈവം സഹായിക്കുകയാണെങ്കിൽ ആ വലിയ ദൗത്യത്തിലേക്ക്, ഈ മറ്റേ തീവ്രവാദിയുടെ ഡ്രസ്സ് ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള, കണ്ണും ഇതൊക്കെ മറച്ചുകൊണ്ടുള്ള, തോക്കൊക്കെ ധാരിയായിട്ടുള്ള ഒരാളുടെ ഇതൊക്കെ വെച്ചിട്ട് ദൈവം സഹായിക്കുകയാണെങ്കിൽ നമ്മൾ ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറികളൊക്കെ ഇവനിങ്ങനെ ഈ തീവ്ര ആശയങ്ങൾ ഇവൻ പ്രചരിപ്പിക്കുന്നവനായിരുന്നു. അപ്പം അതിലൂടെ തന്നെ വ്യക്തമാണ് എന്ത്, ഇത് ഫേക്ക് അല്ല, ഫേക്ക് ആവാനുള്ള സാധ്യതയില്ല. സാറേ, ഇത് എനിക്ക് മനസ്സിലാവാത്തത്, ആ കമന്റ് നമ്മളിപ്പോഴും വല്ലാതെ വേട്ടയാടുകയാണ്, അല്ലെങ്കിൽ വേദനിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ഈ പ്രബുദ്ധ മലയാളി, മതേതരത്വ മലയാളി, സാഹോദര്യത്വത്തിൻ്റെ വലിയ നാടാണിത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ഒരു മാസ്കാക്കി വെച്ചുകൊണ്ട് ഉള്ളിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന ഭയം യഥാർത്ഥത്തിൽ ഇത് ജനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ മറിച്ച് ഇവർ പറയുന്നതിന് ചെയ്യുന്ന, ഞാൻ 2-3 ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ഗർഭനിരോധനം എന്ന് പറഞ്ഞ തിയറിക്ക്, ഗർഭനിരോധനത്തിന്, അബോർഷനെതിരാണ്, മുസ്ലിം എതിരാണ്, ക്രിസ്ത്യാനി എതിരാണ്, കൺസർവേറ്റീവ് ഹിന്ദുക്കളെതിരാണ്. ഇതിവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ? കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ ആദ്യത്തെ പ്രസവത്തിൽ 2 പ്രസവം കഴിച്ച് പ്രസവം നിർത്തുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം ദൈവവിശ്വാസികളാണ്, ഇവരെല്ലാം ബൈബിളും ഖുറാനും എല്ലാം വായിക്കുന്നവരാണ്. ഇവരത് ചെയ്യുന്നതിൻ്റെ കാര്യം, മനുഷ്യൻ ബേസിക്കലി അവനെ ഗൈഡ് ചെയ്യുന്ന അവൻ്റെ ജീവിതം തന്നെയാണ്.
അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിശ്വാസം വരുള്ളൂ. ഇപ്പം തനിക്ക് എന്തെങ്കിലും കഷ്ടപ്പാട് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെയൊക്കെ ക്ലാസ്സുകളിൽ കൊച്ചു ക്ലാസ്സിൽ നമുക്ക് ജോലി കിട്ടാതെ ഞങ്ങളോടൊക്കെ പറയണ്ട, നമുക്കൊന്നും ജോലി കിട്ടാത്തത് അവർണർക്ക് ഹരിജനങ്ങൾക്ക് സംവരണ സീറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ്, ജോലി കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ജോലി കിട്ടാതെ വരുന്നത് എന്നൊരു അത് നമ്മുടെ മനസ്സിലേക്ക് കയറുക നരേഷൻ. അവർ കാരണമാണ് നമുക്ക് ജോലി കിട്ടാതെ വരുന്നത്. അപ്പം പാവം പിടിച്ച മുസ്ലിമിൻ്റെ അടുത്ത് നിന്ന് പറയുന്നത് തന്നെ ഈ കുടയെ നക്കി കൊണ്ട് നടക്കേണ്ടി വരുന്നതിൻ്റെ കാരണം നിൻ്റെ സ്വത്തൊക്കെ ആര് കൊണ്ടുവരിക്കുന്നു. ആ രീതിയിലാണ് മതപ്രചരണം തുടങ്ങുന്നത്. ഇങ്ങനത്തെ ദയനീയമായ അവസ്ഥയ്ക്ക് കാരണം മറ്റത്. അപ്പോൾ അവനെ ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്ന മതം വളരെ ചുരുക്കമുള്ളൂ. പണ്ട് ഏറ്റവും കൂടുതൽ സംഘടന ഉണ്ടായിരിക്കും. നോക്കൂ, ഇപ്പം മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ആശയം നമുക്കറിയാം. ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായിട്ടുള്ള, നമ്മളിത് കഴിഞ്ഞ ടോക്കുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, പലർക്കും ഇതൊന്നും അറിയില്ല സാറേ, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഹസൻ അൽ ബന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടുണ്ട്. ആ കോട്ട് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ഇസ്ലാം ടു ഡോമിനേറ്റ്, നോട്ട് ടു ബി ഡോമിനേറ്റഡ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ലോകം മുഴുവൻ ഞങ്ങൾ കീഴ്പ്പെടുത്തും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞ അവസാനം എന്നാ പറഞ്ഞിട്ട് എത്ര വർഷമായി? വർഷങ്ങൾ ഒരുപാടായി. പക്ഷേ മുസ്ലിം ബ്രദർഹുഡിനെ നയിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സ്ഥാപകന്റെ ആശയം ഇതാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നയിക്കുന്ന ആശയവും ഇതാണല്ലോ. ഇപ്പം യുക്തിവാദിയും അതോടൊപ്പം തന്നെ ഏത്തിസ്റ്റൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായിട്ട് പല വിഷയങ്ങളിലും അഭിപ്രായങ്ങളൊക്കെ പറയുന്ന പ്രവീൺ രവി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കുറേയധികം അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സനൂഫ് രാജ്യദ്രോഹ കമന്റ് എഴുതിയ വിഷയത്തിൽ പല ഇസ്ലാമിസ്റ്റുകളും ന്യായീകരണവുമായി വന്നിട്ടുണ്ട്. അവൻ്റെ ID ഹാക്ക് ചെയ്തതാണോ എന്നറിയണം. ഒരു മുസ്ലിം അങ്ങനെ ചെയ്യില്ല, ഇതിൻ്റെ വേറെ എന്തോ കളിയുണ്ട്, അങ്ങനെ പോകുന്നു. ഇനി അവൻ തന്നെ ചെയ്തതാണെങ്കിൽ ശിക്ഷ കിട്ടണമെന്നും അവസാനം ചിലരെങ്കിലും എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ എന്നല്ല, ലോകത്തിലെ തന്നെ മുസ്ലിം ജനതയിൽ വലിയൊരു വിഭാഗവും മറ്റാളുകളുടെ വെറുപ്പും വിദ്വേഷവും അനാവശ്യമായി വാങ്ങിച്ചു കൂട്ടുന്നതാണ്. മെയിൻ പോയിന്റ് ആണത്. കേരളത്തിൽ എന്നല്ല, ലോകത്തിലെ തന്നെ മുസ്ലിം ജനതയിൽ വലിയൊരു വിഭാഗവും മറ്റാളുകളുടെ വെറുപ്പും വിദ്വേഷവും അനാവശ്യമായി വാങ്ങിച്ചു കൂട്ടുന്നതാണ്. ലോകം മുഴുവൻ മുസ്ലിമോഫോബിയ ഉണ്ട്. മുസ്ലിമോഫോബിയയുടെ ഏറ്റവും വലിയ കാരണം ഇസ്ലാമോ ഫിയർ ആണ്. ഇസ്ലാമിനെ വിമർശിച്ചും ട്രോളിയും മാത്രമേ ഇസ്ലാമോ ഫിയർ ഇല്ലാതാക്കാൻ കഴിയൂ. ഇസ്ലാമോ ഫിയർ ഇല്ലാതായെങ്കിൽ മാത്രമേ മുസ്ലിമോഫോബിയ അവസാനിക്കൂ. പക്ഷെ ജിഹാദികളും തീവ്ര ആശയക്കാരും ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ഇസ്ലാമോഫോബിയ എന്ന ഇല്ലാത്ത ഒരു ടേം ഉണ്ടാക്കി പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതുപോലെ ബ്രാഹ്മണരും മറ്റു മതക്കാരുമൊക്കെ നമ്മൾ ജാതീയതക്കെതിരെയൊക്കെ കൃത്യമായിട്ട് പറയാറുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന ആളുകളൊക്കെ ഫോബിയ ആരോപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നോർത്ത് ഇന്ത്യയിൽ പോയാൽ പല നല്ല സ്ഥലങ്ങളിലും ഒരു വീട് പോലും മുസ്ലിങ്ങൾക്ക് വാടകയ്ക്ക് കിട്ടില്ല. യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വിസ കൊടുക്കാത്തത് ഈ തീവ്രമത വൈകാരികത പ്രകടിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുള്ള ശല്യം കാരണമാണ്. ഈവൻ സൗദി അറേബ്യ പോലും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പാലസ്തീൻ അനുകൂലിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് പോലും പാടില്ല. അതിനെ അനുകൂലിക്കുന്ന സൗദി പറഞ്ഞിട്ടുണ്ടായി, സൗദി കിങ് പറഞ്ഞിട്ടുണ്ടായി. മലയാളികൾക്ക് ഇതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ സുഡാപ്പി കുഞ്ഞുങ്ങൾ അതുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈ നാട്ടിൽ നിന്നെല്ലാം വിപരീതമായി ഏറ്റവും മനോഹരമായി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം. അതിന് കാരണം കേരളത്തിൽ വിഭജനത്തിന്റെ മുറിവുകളില്ല. ഉത്തരേന്ത്യയിൽ പോലെ വിഭജനത്തിന്റെ മുറിവുകളില്ല. വർഷങ്ങളായി പരസ്പരം സഹകരിച്ചും ബന്ധപ്പെട്ടും കഴിയുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ്. പലർക്കും ഇസ്ലാമിനോട് ഭയമാണെങ്കിലും അതിനെ വിമർശിക്കാതെ കൊണ്ട് നടക്കുന്നത് തങ്ങൾക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട്, അവർ വേദനിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. എന്നാൽ ഇതേപോലെ തന്നെ വളരെ തീവ്രമായ ആശയങ്ങളിൽ വിശ്വസിക്കുകയും രാജ്യവിരുദ്ധത കൊണ്ട് നടക്കുകയും ചെയ്യുന്ന നിരവധി മുസ്ലിങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. സലഫി ആശയങ്ങൾ വളരെ ശക്തമായി പ്രചരിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചതാണത്. സാക്ഷാൽ മദനിയാണ് ഒരുപക്ഷെ കേരളത്തിൽ അതിൻ്റെ തുടക്കക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് സലഫി ആശയത്തിന് നല്ല പ്രചാരണമുണ്ട്. ലീഗിലെ പോലും നല്ലൊരു ശതമാനം ആളുകളെ ഇത് പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതിനൊപ്പമാണ് ഇന്ത്യയിലെ BJP ഭരണം അവരെ ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 3 തവണയായി BJP ഭരിക്കുന്നതോടെ BJPയോടുള്ള വിരോധം മൂത്ത് അത് ഇന്ത്യ വിരോധമായി മാറിയിരിക്കുകയാണ്. അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കണം. ഇസ്ലാം LDF എന്തുകൊണ്ട് തോറ്റു
എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അവിടെ. പ്രശ്നമുണ്ട് എന്ന് ആദ്യം LDF മനസ്സിലാക്കണം. ഇസ്ലാം സിമ്പത്തൈസേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കില്ല. മുസ്ലിങ്ങളിലെ തന്നെ തീവ്ര മനോഭാവമുള്ള ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം സംഘികൾ ഉണ്ടാക്കുന്ന നുണയാണെന്നും നാസ്തിക മോർച്ചയുടെ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ കൈ കഴുകുകയാണ് പതിവ്. ഇസ്ലാം സിമ്പത്തൈസേഷനിലൂടെ മുസ്ലിങ്ങളെ റിഫോമിൽ നിന്നും അകറ്റി നിർത്തുന്ന ഏറ്റവും വലിയ സമൂഹത്തിലെ പുഴുക്കുത്തുകളാണ് ഇവിടുത്തെ ഇടത് ലിബറലുകൾ. അതിൽ തന്നെ ഉള്ള അന്തംകമ്മി ലിബറലുകൾ ഏറെ വിഷങ്ങൾ തന്നെ. ജാതീയതക്കെതിരെ ഈ ലിബറലുകൾ എത്ര ശക്തമായിട്ടാണോ പോരാടുന്നത്, സംസാരിക്കുന്നത്, തീർച്ചയായിട്ടും സംസാരിക്കണം ജാതീയതക്കെതിരെ. പക്ഷെ അതേ ഒരു ഗ്രാവിറ്റിയിൽ അല്ലെങ്കിൽ അതേ ഒരു അളവിൽ ഇത്തരത്തിലുള്ള ഇവനെതിരെ ഒരക്ഷരം പോലും ഈ ഇടത് ലിബറലുകളുടെ വായിൽ നിന്ന് വരില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനിയോ സംഘപരിവാറുകാരനോ ഇങ്ങനെ ഒരു വിദ്വേഷ കമന്റ് എഴുതിയാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമോ എന്ന ചോദ്യം ഇവർ ഉയർത്തുന്നുണ്ട്. ചുമത്താൻ സാധ്യതയില്ല എന്നാണ് സിമ്പിളായ ആൻസർ. കാരണം ഒരു സംഘപരിവാറുകാരനോ ക്രിസ്ത്യാനിക്കോ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കണമെന്ന ആശയം കൊണ്ട് നടക്കുന്നില്ല. അവന്റെ വിദ്വേഷം അവനിൽ തന്നെ ആരംഭിച്ച് അവനിൽ തന്നെ അവസാനിക്കുന്നതാണ്. എന്നാൽ ആശയപരമായി വിദ്വേഷ വൈറസിനെ ഷെയർ ചെയ്തുകൊണ്ട് നടക്കുന്നവരിൽ ഒരു കൂട്ടർ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകളാണ്. രണ്ടാമത്തെ കൂട്ടർ മുസ്ലിം ബ്രദർഹുഡ് ആശയക്കാരാണ്. അവർ പല രൂപത്തിൽ നമുക്കിടയിലുണ്ട്. ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും വളരെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വർഷങ്ങൾക്ക് ശേഷവും ഇവനെ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് പിടിക്കാനായിട്ട് സാധിച്ചു. 5 പേരെ ഡൽഹിയിൽ നിന്നും പിടിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് സാറേ, ഈ കോമ്പിനേഷൻ ഈ ഇടത് ലിബറൽ കോമ്പിനേഷനും മുസ്ലിം ബ്രദർഹുഡും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു കോമ്പിനേഷനാണ്. അങ്ങനെ ആ ചേർച്ച ഉള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇസ്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന പല ഇസ്ലാമിസ്റ്റുകളും ചെയ്യുന്ന നെറികേടുകളെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ ശബ്ദിക്കാനോ ഈ ഇടത് ലിബറലുകൾക്ക് സാധിക്കാത്തതിൻ്റെ അടിസ്ഥാന പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്കിടയിൽ അന്തർധാരയിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തെ പൊളിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ നെറികേടുകൾ നടന്നു കഴിഞ്ഞാൽ ഇവർ കണ്ണുമൂടും. എന്താണ് ആ ബന്ധം? അന്തർധാരയിൽ ആ ബന്ധം ഇവർക്കിടയിൽ അന്തർധാരയുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരു സ്റ്റേബിൾ ഇന്ത്യ. ഒരു ഇന്ത്യ ഉദാഹരണമായിട്ട് പറയാം, ഒരു സ്റ്റേബിൾ ഇന്ത്യ. യൂറോപ്യൻ രാജ്യങ്ങളാവും. ഒരു സ്റ്റേബിൾ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത 2 ശക്തികൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരൊരിക്കലും ഇന്ത്യ എന്നുള്ള കേരളത്തെ ഇന്ത്യയെ അംഗീകരിക്കുന്നില്ല. കേരളത്തെ ഇന്ത്യ ഒരു രാജ്യമായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. സ്റ്റേബിളായിട്ട് നിൽക്കാനെങ്കിൽ ഇവിടെ അസ്ഥിരത ഉണ്ടാകണം. ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പ്രശ്നം ദൈവവും മതവുമാണ്. പല പ്രാവശ്യം പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വികാരങ്ങളെ മാക്സിമം തിളപ്പിച്ച് നിർത്തി പരസ്പരം കല്ലെറിയാനും കൊല്ലാനും കത്തിക്കാനുമുള്ള ഒരു ടെൻഡൻസി ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഇസ്ലാം ഉപയോഗിക്കാൻ നോക്കും. പക്ഷേ ഇസ്ലാമിന് ഇപ്പോൾ പറ്റിയ കുഴപ്പം, ഒരു വിഭാഗം ഇസ്ലാം എടുത്തു പറഞ്ഞു, ഒരു വിഭാഗം ഇസ്ലാം. ഇപ്പോൾ സൗദി അറേബ്യയിലോ ഖത്തറിലൊക്കെ ഉള്ള ഒരു വിഭാഗം ഇസ്ലാം ഈ തട്ടിപ്പൊക്കെ മനസ്സിലാക്കി അവൻ ജീവിക്കാൻ നോക്കുക. ഇപ്പം നാളെ നോക്കി ഇറാനും അമേരിക്കയായിട്ട് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അപ്പോഴും നമ്മൾ ഇറാന് വേണ്ടി ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയായിരിക്കും. ചിലപ്പോൾ വേറെങ്ങും കാണിയില്ല. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? പാലസ്തീൻ പ്രശ്നത്തിന് സമരം നടന്ന ഏറ്റവും ലേറ്റസ്റ്റ്, താങ്കൾ ആ കൂട്ടത്തിൽ പറയേണ്ടതായിരുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കാൻ കാരണമായ ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹമാസ് എന്ന് പറഞ്ഞ ഇവരുടെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന അവർ ആയുധം വെച്ച് കീഴടങ്ങി വിട്ടുകൊടുത്തിട്ട് പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പാവപ്പെട്ട പല ഇടത് ലിബറലുകളുമുണ്ട്. അവർ കഥയറിയാതെ ആട്ടം കാണുന്ന കുറേയധികം ആളുകൾ. കുറെ പേര് എന്തൊക്കെയോ ചെയ്യുന്നു, പാലസ്തീനു വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന, പിന്നെ ഞാനും അങ്ങ് വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇവിടെ. എനിക്കറിയാവുന്ന ഇത്തരത്തിലുള്ള കുറേയധികം ഇടത് ലിബറലുകളുണ്ട്. ഇവര് ഒരു സ്റ്റോറിയോ ഒരു പോസ്റ്റോ ഒരു വാക്കുകൊണ്ടെങ്കിലും ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടിയിട്ട് അവരെ അവിടുന്ന് കൂട്ടമായിട്ട് അവർ പലായനം ചെയ്യേണ്ടി വന്നു. അവർ ജനിച്ച ആ നാട്ടിൽ നിന്ന്, ആ മണ്ണിൽ നിന്ന്. കാരണക്കാരെന്ന് പറയുന്നത് JKLF പോലുള്ള തീവ്രവാദ സംഘടനകളാണ്.
ഒരു വാക്കുകൊണ്ട് പോലും അപലപിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല അതിന് താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അങ്ങ് കിലോമീറ്റർ അകലെ കിടക്കുന്ന പാലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വിലാപ കാവ്യം രചിക്കുകയാണ്. നൈജീരിയ മുസ്ലിങ്ങൾ കൂട്ടക്കൊരുതി ഇതിന് പറഞ്ഞില്ല. നല്ലതാണ്. മനുഷ്യന്മാര് യുദ്ധം ചെയ്യാൻ പാടില്ല, മനുഷ്യൻ മരിച്ചു വീഴാൻ പാടില്ല, അങ്ങനെ ഇതിനോട് ഒക്കെ നിൽക്കുകയാണ് വേണ്ടത്. പക്ഷേ സ്വന്തം നാട്ടിൽ നടന്ന ഒരു സംഗതി കാണാതെ അപ്പുറത്തെ പോയിട്ട് കണ്ണീരൊഴുക്കുന്നത് അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് സാറേ. അതിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ അഡിക്റ്റഡാണ്. നമ്മൾ മയക്കുമരുന്ന് കഞ്ചാവൊക്കെ അടിച്ച് അഡിക്റ്റ് ആയിരിക്കുന്ന പോലെ ഏതൊക്കെയോ പ്രവാചകനാന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ഏതോ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അതേപടി ശരിയാണെന്ന് വിശ്വസിച്ച് ആ ശരി നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഫലം കിട്ടുന്ന തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലമൊന്നുമല്ല കിട്ടുന്നത്. ഹൂറുകളെ കിട്ടും ഇല്ലേ? നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ മരിച്ചാൽ എവിടെ ചെല്ലുന്നതാണ് ഞാൻ വിചാരിച്ചത്? നിങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പോകും. ഫാസ്റ്റും വേണ്ട, സൂപ്പർ ഫാസ്റ്റും വേണ്ട, പ്രിയദർശിനി ബസ് ഒന്നും വേണ്ട. അല്ലാതെ തന്നെ ഇവർ നേരെ ഹൂറുകളെടുത്ത് കയറും. എല്ലായിടത്തും പ്രിയദർശിനി ബസ്സായിരിക്കും അവിടെ ഇവർ ചെല്ലുന്നത്. ഹൂറുകൾ മാത്രമായിരിക്കും. എന്തൊരു സുഖം! അതിനുവേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്, ജീവിക്കുന്നത്. അതിനുവേണ്ടി മറ്റുള്ളവനെ കൊല്ലും. മറ്റുള്ളവനെ കൊല്ലുന്നത് പാവമല്ല. അങ്ങനെ പറയല്ല ഇവർ. ഇവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളുടെ സ്ഥിതി എന്നെ ആലോചിക്കും. പുറത്ത് കണ്ടിട്ടുണ്ടോ ഇവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചാടി നിങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫാത്തിമ സഹലിയൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. പക്ഷെ എന്നാൽ പോലും ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. ഇനി അടുത്ത മോഡേണൈസേഷൻ സംഭവിക്കാൻ പോകുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലൊന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അത് മറ്റൊന്നുമായിരിക്കാതെ ഇറാനായിരിക്കും. അല്ല, ഇറാനിലിപ്പം 79 അങ്ങനെ ആയിരുന്നു. അല്ലെ, ലെഫ്റ്റ് ആളുകളെ തന്നെ, ഇടത് ലിബറലുകളെ തന്നെയാണ് ഖമനേയി കൊന്നുകളഞ്ഞത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന അവിടെ. ഖമനേയി കൊന്നുകളഞ്ഞത് ആരെയാണ്? ഇടത് ലിബറലുകളെ അടക്കം കൊന്നത്. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇടത് ലിബറലുകള് ഖമനേയിക്ക് വേണ്ടിയിട്ട് വിലാപകാവ്യം രചിക്കുകയാണ്. EMS ഇറാനിലായിരുന്നെങ്കിൽ, ഈ കമ്മ്യൂണിസത്തിന്റെ മറ്റേ പുസ്തകമൊക്കെ എഴുതി കൊണ്ടുവന്നത് ഇറാനിലായിരുന്നു, EMS ഭൂമി കാണിയലായിരുന്നു. തലവെട്ടി ദൂരെ കളഞ്ഞനെ. അത് ഇവിടുത്തെ അല്ലെ ഞാൻ ചോദിക്കുന്നത് സാർ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ആ കമന്റ് എന്ന് പറയുന്നത് വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കാരണം എല്ലാവരും ചോദിക്കുന്നത് പോലെ നമുക്കിടയിൽ മതേതരത്വം പറഞ്ഞ്, മാനവികതയും പറഞ്ഞ്, വലിയ സാഹോദര്യവും പറഞ്ഞ്, ഒരു മാസ്കും വെച്ച് ഇത്തരത്തിലുള്ള ആഗ്രഹവുമായിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാകുമോ എന്ന സംശയമാണ് യഥാർത്ഥത്തിൽ ഇത് ജനിപ്പിക്കുന്നത്. ഇതിനർത്ഥം എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണ് എന്നൊന്നുമല്ല. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെറും 26 വയസ്സുള്ള ഒരുത്തനാണ് ഈ കമന്റ് എഴുതിയത് എന്നുള്ളത്. അവൻ ആരാണ് ഇത് പഠിപ്പിക്കുന്നത്? സ്വന്തം ജനിച്ച നാടിനെ, ഇന്ത്യയെ കാർക്കിച്ചു തുപ്പണമെന്ന് അവനെ ആരാ പഠിപ്പിക്കുന്നത്? അവനെ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരും കാണില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അവന് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയും ബാപ്പായും ഉണ്ടെങ്കിൽ, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഉമ്മയും ബാപ്പയും ഉണ്ട്, ഒരിക്കലും അവൻ എഴുതിയില്ല. ഞാൻ പറഞ്ഞ കൃത്യമായില്ലേ? അവനെ ആരാ പഠിപ്പിക്കണമെന്ന് വെച്ച് അവനെ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. അല്ല മദ്രസയിലോ അനാഥാലയത്തിലോ ഒന്നും വളർന്നവനായിരിക്കും അവൻ. അത്ര വിചാരിച്ചാൽ മതി. അല്ല, എന്തായാലും ഇവനെ തുറന്നു കാട്ടേണ്ടത്, അല്ലെങ്കിൽ ഇവനെ കൃത്യമായിട്ട് എതിർക്കേണ്ടത്, ഇവനെപ്പോലുള്ള ആളുകളെ എതിർക്കേണ്ടത് ഈ നാട് നല്ല രീതിയിൽ പുലർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കർത്തവ്യമാകേണ്ടതാണ്. പക്ഷേ ചില ആളുകൾ സൈലൻസിലാണ്. അല്ല, സ്പെയിനിലൊക്കെ അവർ ഭയങ്കര സജീവമായതാ. അല്ല, നിശബ്ദമാണ്. നമ്മുടെ നാട്ടിലെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ ചില കമ്മ്യൂണിസ്റ്റുകാർ സൈലൻസിലാണ്. കാരണം എന്തുകൊണ്ടാ? ഈ അന്തർധാര സജീവമാണ്. അതുകൊണ്ട് ആ ധാര മുറിക്കാൻ അവർ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അന്തർധാര ഇല്ല. വോട്ടും കിട്ടണം, കാശും കിട്ടണം. അത് രണ്ട് കാര്യമുള്ളൂ. അതാണ് അവരുടെ അന്തർധാര. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇസ്ലാം വന്നാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനി വന്നാലും. ഇവിടെ വന്ദേമാതരം മുഴുവൻ പാടിയാരേ കുഴപ്പമാണ്. വന്ദേമാതരം മുഴുവൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ എന്തോ അങ്ങ് ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. ഒരക്ഷരം മിണ്ടുന്നില്ല. സുനിൽ പിള്ളയുടെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആർട്ടിക്കിളാണ് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതിയത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടാൻ സുനിൽ പിള്ളയിടത്തിനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. കോപ്പി അടിച്ച് ഡിഗ്രിയും മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് എന്നാ എഴുതാൻ പറ്റുന്ന വിചാരിക്കുന്നത്.